കുറെ കാലമായിട്ട് അമ്മിക്കല്ലൊന്നും ഉപയോഗിക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയാസ് മിറാക്കിൾ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തോട്ടിയൊക്കെ പിടിച്ചു നിൽക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാങ്ങയുടെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് മാങ്ങ പൊട്ടിക്കാനുള്ള ടാസ്കിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ല വെയിറ്റുള്ള തോട്ടിയാണ്. ഇത് വെച്ച് നമുക്ക് മുകളിലുള്ള മാങ്ങ പൊട്ടിച്ചെടുക്കണം കേട്ടാ. മൂവാണ്ടൻ മാങ്ങയാണ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളത്. ഒരു മൂവാണ്ടനും ഒരു പുളിയ മാങ്ങയുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മാങ്ങ പൊട്ടിക്കൽ ടാസ്ക് തുടങ്ങാം. ഒരു മാങ്ങ നമ്മുടെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടാ, കിട്ടിയ. ഇനി അടുത്തതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ വിജയകരമായി 2 മാങ്ങ നമ്മൾ താഴ്ത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി പൊട്ടിക്കാം. ആൾക്കാർ എണ്ണുള്ള കാരനോട് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ടേസ്റ്റ് കൂടുതലായതുകൊണ്ടും നമ്മൾ ഒരു മാങ്ങയും കൂടി പൊട്ടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, പൊട്ടിക്കട്ടെ. 1 2 3. അങ്ങനെ നമുക്ക് 4 മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 മൂവാണ്ടൻ മാങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് നന്നായി കഴുകാം. അപ്പൊ നമ്മളിതാ മാങ്ങയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കട്ട് ചെയ്യാൻ പോവാണ്. ഒരു കത്തി ഉപയോഗിച്ച് ഇതിന്റെ ഈ സാധനം കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ റെസിപ്പി ചെയ്യാനായിട്ട് നമ്മൾ ഈ മാങ്ങ ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റെസിപ്പി. അതിനായിട്ട് നമ്മൾ ഈ മാങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ 2 മാങ്ങ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നൈസാക്കാൻ അത്ര പറ്റുന്ന അത്രയും നൈസാക്കിയാൽ വളരെ നല്ലതാണ്. പിന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ 2 മാങ്ങയാണ്. ഈ 2 മാങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 റെസിപ്പി ചെയ്യാൻ പോവാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് മതി. ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഈ മുളക് ഇട്ട ഒരു 4-5 മുളകാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. ശരിയല്ല, നമ്മളിത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഇരിക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ കരിവേപ്പിലയാണ് കേട്ടോ, ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കരിവേപ്പിലയാണ്. നമുക്ക് ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും വറുത്തിട്ട് എടുക്കാം കേട്ടോ. ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ആ വെളിച്ചെണ്ണ മാത്രം മതി കേട്ടോ. ഇനി ഓവറായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കണ്ട. ജസ്റ്റ് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടോ. കുറേശ്ശെ 2 പാർട്ടായിട്ട് ഇട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ. വറക്കല്ല, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണം നമ്മൾ കേട്ടോ. കോരി മാറ്റി വെക്കാം. പിന്നെ ഈ സൈഡിലേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. അടുത്ത ട്രിപ്പ് മാങ്ങയും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി, വറക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചാൽ മുളക് ഇട്ട് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള കരിവേപ്പില, തണ്ടിന്റെ ആവശ്യമില്ല കേട്ടോ. ഇട്ട് കൊടുക്കുക. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഫസ്റ്റ് ഒരു സ്പൂണിന്റെ അടുത്ത് ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്, അടിപൊളി. വായയിൽ ഇത് മണക്കുമ്പോൾ തന്നെ നമ്മുടെ വായയിൽ കപ്പലോടുന്ന വെള്ളം വരുന്നുണ്ട് കേട്ടോ. എന്ന് നമുക്ക് ഇനി മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ മാങ്ങയും മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, സഹിക്കാൻ പറ്റും. നല്ല പോലെ മിക്സ് ചെയ്യാം. നമുക്ക് ഓരോരുത്തർക്കും കൊണ്ടുകൊടുക്കാം. ഒരു എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ടേസ്റ്റ് ഉണ്ടെങ്കിലും ടേസ്റ്റ് ഇല്ലെങ്കിലും നിങ്ങൾ അടിപൊളിയാണ് സൂപ്പറാണെന്ന് വിചാരിക്കും.
അപ്പോ ഇത് കാണുമ്പോണ്ടല്ലോ ഒരാളുടെ വായിൽ പോലും വെള്ളം വരാണ്ടിരിക്കില്ല കേട്ടോ. അത്രമാത്രം നല്ല മണവും നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. എന്റെ വായിൽ തന്നെ വെള്ളം വരുന്നുണ്ട്. എന്റെ വായിൽ തന്നെ വെള്ളം വരുന്നുണ്ട് കേട്ടാ. എങ്ങനെയുണ്ട് ദ്രുപദ? ഒരു വികാരം ഇല്ലാണ്ടിരിക്കണ്ടല്ലോ. ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടായില്ലേ? ഇനി നമുക്ക് അച്ഛന് കൊടുക്കാട്ടാ. എങ്ങനെയുണ്ട്? നല്ലതാ? ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി വലിയ സംഭവം ഒന്നല്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. മാങ്ങ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ വരട്ടിയിട്ട് നന്നായിട്ട് കല്ലിട്ട് അടിക്കുന്ന ആ പരിപാടി തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഞാൻ അത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. മാത്രം മസാല നമ്മൾ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഇത് ഈ കവറിലേക്ക് ഇടാൻ പോവാട്ടാ. കേട്ടെ, ഈ മാങ്ങ നമ്മൾ ഈ കവറിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാട്ടാ. നല്ല ക്ലീൻ ആയിട്ടുള്ള കവറാണ്. എല്ലാ മസാലയും അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാട്ടാ. ഈ കുറച്ചും കൂടി മസാല ഇതിലുണ്ട്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അമ്മിയിൽ ഇട്ടതൊന്ന് അടിച്ചിട്ട് വരാട്ടാ. കമോൺ. അപ്പൊ നമ്മള് ഇത് ചെയ്യാൻ പോകുന്നത് അമ്മിക്കല്ലാണ് കേട്ടോ. കുറെ കാലമായിട്ട് അമ്മിക്കല്ലൊന്നും ഉപയോഗിക്കാറില്ല. അപ്പൊ ഇപ്പൊ അതൊന്ന് കഴുകി എടുക്കാൻ പോവാണ്. പരിപാടി അവതരിപ്പിക്കാൻ പോവാണ്. അമ്മിക്കല്ലാണ് ഉദ്ദേശിച്ചത്. അമ്മിക്കല്ല് പൊക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് ചെയ്യാൻ പോവാ. സൂക്ഷിച്ചടിക്കണം. പ്ലാസ്റ്റിക് കവറാണ്, അതുകൊണ്ട് തന്നെ വലിയ ബലത്തിൽ അടിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ പൊട്ടും. അപ്പൊ എല്ലാ സാധനവും പുറത്തേക്ക് വരും. അപ്പൊ അതിനുകൊണ്ട് സൂക്ഷിച്ച് അടിക്കാം. നമുക്ക് നേരെ പ്ലേറ്റിലോട്ട് മാറ്റാം. പ്ലേറ്റ് എടുത്തിട്ട് വരൂ. നേരെ പ്ലേറ്റിലോട്ട് കമത്താൻ പോവാണ്. ഇത്തിരി മുളക് പൊടി കുറവുണ്ടോ എന്നൊരു സംശയം കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പും മുളകും കൂടി ഇതിൽ വെതറാം. അപ്പൊ നമ്മുടെ ഐറ്റം നമ്മൾ പ്ലേറ്റിലാക്കി. നമുക്ക് കുറച്ചും കൂടി ഉപ്പും മുളകും കൂടി അതിലേക്ക് വെതറി, വെളിച്ചെണ്ണയും സ്വല്പം കൂടി വെതറിയുണ്ട് കേട്ടോ. നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ അമ്മിയിലിട്ടടിച്ച മാങ്ങ ഇവിടെ റെഡി ആയി. ഇവിടെ ദ്രുപദ് കുറെ നേരമായിട്ട് വായിൽ വെള്ളം വിട്ടിട്ട് നിൽക്കാണ് കേട്ടോ. അവന് ക്ഷമയില്ല. എങ്ങനെയുണ്ട് ദ്രുപദ്? സൂപ്പറാ? കഴിച്ചിറക്ക്, എന്നിട്ട് പറ അടിപൊളിയുണ്ടാ? അപ്പൊ അതേ നമ്മുടെ രണ്ട് റെസിപ്പിയും രണ്ട് കയ്യിലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഒന്ന് അമ്മിയിലിട്ട് അടിച്ച മാങ്ങ, രണ്ട് മാങ്ങ മസാലയാണ് കേട്ടോ. അതായത് ഞാൻ അവിടെ സംസാരിക്കുന്നത് വോയിസ് കട്ടായി പോയിട്ടുണ്ടായിരുന്നു, സ്പീക്കർ ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വാഴയില വെട്ടിക്കൊണ്ടുവന്ന് അതിലേക്ക് ആദ്യം മാങ്ങ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അമ്മിയിലിട്ട് അടിച്ചിട്ടുള്ള മാങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സത്യത്തിൽ എനിക്കിത് ട്രൈ ചെയ്യാനായിട്ട് ഇത് ഉണ്ടാക്കിയപ്പോൾ തൊട്ടിട്ട് എന്താ പറയുക, ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയതാണ് കഴിച്ചു നോക്കാനായിട്ട്. പക്ഷെ ഞാൻ ക്ഷമിച്ചു നിന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം കഴിച്ചു നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കഴിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയാണെന്ന് ഫീൽ ചെയ്യും. ചോറിന്റെ കൂടെയും നമുക്കിത് കഴിക്കാവുന്നതാണ്. വെറുതെ അല്ല ഇത് ട്രെൻഡിങ് ആയെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തീരാ നഷ്ടമായിരിക്കും. കാരണം ഇപ്പൊ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റി ഐറ്റംസ് എന്ത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതിലൊരു ഐറ്റം ആയിട്ട് നിങ്ങൾ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. ശരിക്കും ആ മുളകിന്റെയും ആ കരിവേപ്പിലയുടെയും ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. ഇത് ശരിക്കും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ ഇവിടെ നിരന്നിരിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവരുടെ വായിലൊക്കെ ഇപ്പൊ വെള്ളം വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എനിക്ക് മിക്കവാറും നാളെ അറിയാൻ പറ്റും കേട്ടോ. എന്റെ ചുറ്റും ആൾക്കാരുണ്ട്. അവർ ക്യാമറയിലേക്ക് വരാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ കാണിക്കാത്തത്. ഇനി നമ്മൾ അമ്മിയിലിട്ട് അടിച്ചിട്ടുള്ള മാങ്ങയാണ് കഴിക്കാൻ പോകുന്നത്. അതും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ ഓവർ പുളിയുള്ളത് എനിക്ക് അത്ര അധികം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ മാങ്ങ മസാലയാണ്. രണ്ടും നന്നായിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ചും കൂടി പുളി കൂടുതലാണ് എന്നാണ് എനിക്ക് ഫീൽ ആയത് കേട്ടോ. രണ്ടും അടിപൊളി തന്നെയാണ്. മറ്റേത് നമ്മൾ പണ്ട് തൊട്ട് തന്നെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ഐറ്റാണ് മാങ്ങ കല്ലുമിട്ടടിക്കലും അല്ലെങ്കിൽ അമ്മിയിലിട്ടടിച്ച് മസാലയൊക്കെ പോലെ ആക്കല്. പക്ഷെ ഇത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരും എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ടാറ്റ ബൈ ബൈ, സീ യു.